നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വീണ്ടും വീണ ടിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. മൂന്നാം തവണയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. CMRലുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ ടി വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സൂചന കിട്ടിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ആരാണ് ടി വീണയേക്കാൾ കൂടുതൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള ആ വ്യക്തി? അത് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ ടി വീണ പ്രതിസ്ഥാനത്ത് തുടരും. പക്ഷേ അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ വിലയിരുത്തലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയുടെ അറസ്റ്റ് ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് സമർപ്പിക്കാനുള്ള സാധ്യത മാത്രമാണ് മുന്നിലുള്ളതെന്നാണ് ഈ വിദഗ്ധരൊക്കെ വ്യക്തമാക്കുന്നത്. പ്രതിപട്ടികയിൽ മാറ്റം വരുമെന്ന സൂചനയും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും കിട്ടുന്നുണ്ട്. EDയുടെ പല ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ വീണ ടിക്ക് സാധിക്കുന്നില്ല എന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. മൊഴികളിൽ പൊരുത്തക്കേടുണ്ടോ എന്നതടക്കമുള്ള വിവരം. എക്സാലോജിക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പോലും വീണയ്ക്ക് അറിയില്ലെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കുറ്റം നിഷേധിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കാനും വീണയ്ക്ക് സാധിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് വീണ നൽകിയത്. ഇതേ കേസിൽ കമ്പനികാര്യ നിയമപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളും നിരത്തി ചോദ്യം ചെയ്യൽ നടത്തിയതിലൂടെ പുതിയ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഈ സൂചനകൾ അതുമാത്രമല്ല, മൊഴിയുടെ പരിശോധന, തെളിവുകളുടെ പരിശോധന എല്ലാം കൂടി ചേർത്ത് മൂന്നാമത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ എന്താണ് EDയുടെ അടുത്ത നീക്കം എന്നതാണ് ഏറ്റവും നിർണായകം. എന്തായാലും ഈ CMRൽ നിന്ന് കിട്ടിയ പണത്തിന്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള മൊഴികളിൽ വ്യക്തതയില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. CMRൽ ഉന്നതരുടെയും വീണയുടെ മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് അടുത്തയാഴ്ച വീണയും CMRൽ ഉന്നതരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നത്. കേസിൽ 2 തവണയായി 19 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തത്. എന്നാൽ CMRൽ നിന്ന് കിട്ടിയ 2 കോടിയുടെ വിനിയോഗത്തിലടക്കം വ്യക്തത വന്നിട്ടില്ല. വീണയുടെ സ്വത്തുക്കളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. കാര്യമായ പ്രവൃത്തി പരിചയം ഇല്ലാഞ്ഞിട്ടും CMRൽ കമ്പനിയുടെ കരാർ വീണയ്ക്ക് എങ്ങനെ കിട്ടി? ഇതാണ് പ്രധാനമായ ചോദ്യം. ഇതിൽ ഊന്നിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് വീണയും എക്സാലോജിക്കുമായി CMRൽ കരാറിലെത്തുന്നത്. അന്ന് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരുന്നു. ഈ കാലയളവിൽ CMRൽ കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. CMRൽ കമ്പനിയുടെ 182 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ കള്ളപ്പണ വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം വീണയെ ചോദ്യം ചെയ്തിരുന്നു. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്തതിനു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിട്ടയക്കുകയുണ്ടായി. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകണം. ഇനി 3ാം തവണയാണ് വീണ ഹാജരാകാൻ പോകുന്നത്. മാത്രമല്ല, SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരുന്നു. എന്തായാലും അതിന് പിന്നാലെ നടന്ന ചോദ്യം ചെയ്യൽ 10 മണിക്കൂറോളം നീണ്ടു നിന്നു. നേരത്തെ കോടതി ഉത്തരവിട്ടെങ്കിലും SFIയിൽ നിന്നും രേഖകൾ കിട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആ രേഖകൾ കിട്ടാൻ സമയമെടുത്തിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ വീണയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതടക്കമുള്ള ഒരു വിവരവും കൂടി ലഭ്യമാകുന്നുണ്ട്. EDയുടെ പല ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് സാധിക്കുന്നില്ല. എക്സാലോജിക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പോലും വീണയ്ക്ക് അറിയില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തുന്നത്. കുറ്റം നിഷേധിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കാനും വീണയ്ക്ക് സാധിച്ചിട്ടില്ല. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഉണ്ടായ ആക്രമണ സംഭവങ്ങൾ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടതെന്നുകൂടി വിശദമായി നോക്കാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ഉണ്ടായ ആക്രമണം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയിരുന്നു. ഇതിനു പിന്നാലെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോലീസ് രംഗത്ത് വരികയുണ്ടായി. എന്തായാലും ആ വിവാദം ഒരിക്കൽ കൂടി കനക്കുകയാണ്. ED ആക്രമിച്ച കേസിൽ ആദ്യമായി ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീഴ്ച സംബന്ധിച്ചുള്ള വിവാദമാണിപ്പോൾ ആളിക്കത്തുന്നത്. 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം നൽകാതിരിക്കാൻ 13 കാരണങ്ങൾ ചൂണ്ടി പോലീസ് 18-ന് തന്നെ റിപ്പോർട്ട് നൽകി.
എന്നാൽ ഈ റിപ്പോർട്ട് കൈമാറിയ പ്രോസിക്യൂട്ടർ ഗീന കുമാരി ജാമ്യത്തെ എതിർത്തില്ല എന്ന ആരോപണമാണ് നിലവിൽ ഉയരുന്നത്. പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടും ഗീന കുമാരി എടുത്തു എന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. തുടർന്ന് 24-ാം തീയതി കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. ഇതിനിടയിൽ ഒരിക്കൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ടർ ബന്ധപ്പെട്ടില്ലെന്നും കേസ് ഡയറി അടക്കമുള്ള രേഖകൾ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട്. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്ന ദിവസം പോലും പോലീസിനെ അറിയിച്ചില്ല എന്ന ഒരു ആരോപണം കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോലീസ് ഉന്നയിക്കുകയാണ്. ഹരീഷ് മറ്റ് പ്രതികളുമായി ചേർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ കാർ ആക്രമിച്ചപ്പോൾ ചില്ല് തകർന്ന് ഡ്രൈവർ ശ്യാംരാജിന്റെ കണ്ണിന് ഗുരുതര പരിക്കേറ്റുവെന്ന് ജാമ്യത്തെ എതിർത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. CRPF ഉദ്യോഗസ്ഥരെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു. പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും ഗ്ലാസ് അടിച്ചു തകർത്ത കമ്പും കണ്ടെത്തേണ്ടതുണ്ട് എന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇനി കൂട്ടുപ്രതികളെ തിരിച്ചറിയണം, അവരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ മുന്നിലുണ്ട്. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ജാമ്യം കിട്ടിയാൽ പ്രതി സമാന രീതിയിലുള്ള അക്രമ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സാക്ഷികളുടെ മൊഴിയെടുക്കാനും ഗൂഢാലോചന അന്വേഷിക്കാനുമുണ്ടെന്നും മറ്റു പ്രതികളുമായി ചേർന്ന് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഒളിവിൽ പോകാനും ഇടയുണ്ടെന്നും അതിനാൽ ജാമ്യ ഹർജി നിരസിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദം മുന്നോട്ട് വെച്ചത്. അതിനിടെ ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളുമായി തിങ്കളാഴ്ച ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫ് അലി നിർദ്ദേശം നൽകി. പ്രോസിക്യൂട്ടർ ഗീന കുമാരിക്കെതിരെ പോലീസ് കമ്മീഷണർ DGPക്ക് പരാതി നൽകി കേസിൽ നിന്ന് ഇവരെ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോലീസ് രംഗത്തെത്തിയിരുന്നു. പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന ആവശ്യമാണ് അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി ആവശ്യപ്പെട്ടത്. ഹരീഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷയും നൽകാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. കേസിലെ 9-ാം പ്രതിയായ ഹരീഷ് കുമാറിന് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ആദ്യമായാണ് കേസിലെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. അന്വേഷണം ഏകദേശം പൂർത്തിയായെന്നും പ്രതിയുടെ കസ്റ്റഡി ഇനി ആവശ്യമില്ലെന്നും വാദത്തിനിടെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ മ്യൂസിയം CA ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനിടെയാണ് പ്രതിയുടെ കസ്റ്റഡി വേണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവായ താൻ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലിയുമായി ബന്ധപ്പെട്ടു പോയപ്പോഴാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഉണ്ടായതെന്നും അക്രമത്തിൽ പങ്കാളിയായിരുന്നില്ല എന്നുമാണ് പ്രതി ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. അതേസമയം കേസിൽ കക്ഷി ചേരാൻ ED കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോലീസ് രംഗത്ത് വരുന്നു. അവരെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഒരുപാട് ആരോപണങ്ങൾ അവർക്കെതിരെ ഉയരുന്നു.